നമസ്കാരം. പ്രധാന വാർത്തകൾ. അൺഡോക്കിംഗ് വിജയകരം. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. സ്പേസ് എക്സ് ക്രൂ 9 10:35 അൺഡോക്കിംഗ് വിജയകരമായി പൂർത്തീകരിച്ച് യാത്ര ആരംഭിച്ചു. 17 മണിക്കൂറെടുത്ത യാത്രയ്ക്ക് ശേഷമായിരിക്കും സംഘം ഭൂമിയിൽ തിരിച്ചെത്തുക. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് മടങ്ങിയെത്തുന്നതിനായി ബഹിരാകാശ പേടകത്തിന്റെ എഞ്ചിനെ ജ്വലിപ്പിക്കുന്ന ഡി ഓർബിറ്റ് ബേൺ പൂർത്തിയായതോടെയാണ് പേടകം ഭൂമിയിലേക്കുള്ള യാത്ര തുടങ്ങിയത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലോ മെക്സിക്കോ ഉൾക്കടലിലോ ആയിരിക്കും പേടകം പതിക്കുക. സുനിതയ്ക്കും ബുച്ചിനും പുറമെ നിക്ക് ഗേഗ്, അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവരും മടക്കയാത്രയിൽ ഒപ്പമുണ്ട്. ഡ്രാഗൺ പേടകത്തിന്റെ തിരിച്ചുവരവിന് അനുയോജ്യമായ കാലാവസ്ഥയാണെന്നും പേടകം വീണ്ടെടുക്കാൻ പൂർണ്ണ സജ്ജമാണെന്നും നാസ അറിയിച്ചു. വർഗീയ പരാമർശം. PC ജോർജിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി യൂത്ത് ലീഗ്. പരാതി നൽകിയിട്ടും പാലാ പോലീസ് കേസെടുക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കാസയുടെ വർഗീയ ഇടപെടലും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്ന് പ്രവർത്തകർ പറഞ്ഞു. PC ജോർജ് തുടർച്ചയായ വർഗീയ പരാമർശം നടത്തുകയാണെന്നും ജാമ്യവ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നുണ്ടെന്നും യൂത്ത് ലീഗിന്റെ പരാതിയിൽ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മൊഴി നൽകാൻ താൽപര്യമില്ലാത്തവരെ നിർബന്ധിക്കരുത് ഹൈക്കോടതി. അന്വേഷണത്തിന്റെ പേരിൽ ആരെയും ബുദ്ധിമുട്ടിക്കാനാവില്ല. SIT ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞു. മൊഴി നൽകാൻ നിർബന്ധിക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നിർദ്ദേശം. നോട്ടീസ് കിട്ടിയവർക്ക് മജിസ്ട്രേറ്റിന് മൊഴി നൽകാമെന്നും അല്ലെങ്കിൽ ഹാജരായി താൽപര്യമില്ലെന്ന് അറിയിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ജീപ്പും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടത്തിൽ കോളേജ് അധ്യാപകന് ദാരുണാന്ത്യം. പാലക്കാട് ഒറ്റപ്പാലം ലക്കിടി കൂട്ടുംപാതയിൽ ജീപ്പും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ലക്കിടി നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അക്ഷയ് ആർ മേനോനാണ് മരിച്ചത്. പാലക്കാട് നിന്ന് ലക്കിടിയിലെ കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. താമരശ്ശേരിയിൽ നിന്നും കാണാതായ 13-കാരിയെയും ബന്ധുവായ യുവാവിനെയും കണ്ടെത്തി. കർണാടക പോലീസാണ് പെൺകുട്ടിയെയും യുവാവിനെയും ബംഗളൂരിൽ കണ്ടെത്തിയത്. വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി പോലീസ് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മാർച്ച് 11 രാവിലെ 9 മുതലാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കാണാതായത്. വീട്ടിൽ നിന്നും പുതുപ്പാടി ഹൈസ്കൂളിൽ പരീക്ഷ എഴുതാൻ പോയതായിരുന്നു പെൺകുട്ടി. പിന്നീട് തിരിച്ചെത്തിയിട്ടില്ലെന്ന് പിതാവ് നൽകിയ പരാതിയിൽ പറയുന്നു. അറസ്റ്റ് ഒഴിവാക്കാൻ കൈക്കൂലി. ASI വിജിലൻസ് പിടിയിൽ. കൈക്കൂലി വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥൻ വിജിലൻസ് പിടിയിൽ. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ ASI പ്രദീപ് ജോസ് ആണ് പിടിയിലായിരിക്കുന്നത്. ചെക്ക് കേസിൽ അറസ്റ്റ് ഒഴിവാക്കാൻ 10,000 രൂപ കൈക്കൂലി വാങ്ങിയതിനാണ് പിടിയിലായത്. ഇയാളുടെ സഹായി വണ്ടിപ്പെരിയാർ സ്വദേശി റഷീദും പിടിയിലായിട്ടുണ്ട്. റഷീദിന്റെ ഗൂഗിൾ പേ വഴിയായിരുന്നു പ്രദീപ് പണം കൈപ്പറ്റിയത്. കണ്ണൂരിൽ കൈക്കുഞ്ഞിനെ കൊന്നത് 12 വയസ്സുകാരി. കൊലപാതകത്തിന് കാരണം സ്നേഹം നഷ്ടപ്പെടുമെന്ന ഭീതി. കണ്ണൂർ പാറക്കലിലെ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് 12-കാരിയാണെന്ന് സ്ഥിരീകരിച്ചു. കണ്ണൂർ പാപ്പനശ്ശേരി പാറക്കലിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കമ്മൽ ദമ്പതികളുടെ മകൾ യാസികയാണ് മരിച്ചത്. 4 മാസം മാത്രം പ്രായമായ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞാണ് കൊലപ്പെടുത്തിയത്. മാതാപിതാക്കളില്ലാത്ത 12 വയസ്സുകാരി മുത്തുവിനും ഭാര്യയ്ക്കുമൊപ്പമാണ് താമസിച്ചിരുന്നത്. ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ കുഞ്ഞു വന്നതോടെ തന്നോടുള്ള സ്നേഹം കുറയുമോ എന്ന് 12-കാരി ഭയന്നുവെന്നും ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് പറഞ്ഞു. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി. പത്തനംതിട്ട കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി ഉണ്ടായതിന് പിന്നാലെ തിരുവനന്തപുരത്തും ഭീഷണി സന്ദേശമെത്തി. കളക്ട്രേറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശം ഔദ്യോഗിക മെയിലിൽ ലഭിച്ചതോടെ കളക്ടറും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ജീവനക്കാരെയെല്ലാം പുറത്തിറക്കി ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. അഫ്സൽ ഗുരുവിനെ നീതി നിഷേധിച്ച് തൂക്കിലേറ്റിയതിനെ ഓർമ്മപ്പെടുത്താനാണ് ബോംബ് വെച്ചിരിക്കുന്നതെന്ന പത്തനംതിട്ട കളക്ട്രേറ്റിൽ ലഭിച്ച സന്ദേശത്തിന് സമാനമായ വാചകങ്ങൾ തന്നെയാണ് തിരുവനന്തപുരത്ത് ലഭിച്ച മെയിലിൽ പറയുന്നതെന്ന് കളക്ടർ സ്ഥിരീകരിച്ചു. 15-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പോക്സോ കേസിൽ അറസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയായ വണ്ടിപ്പെരിയാർ സ്വദേശി ഷാൻ അരുവിപ്ലാക്കലാണ് അറസ്റ്റിലായത്. 15 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇടുക്കി വണ്ടിപ്പെരിയാറിലാണ് സംഭവം. പെൺകുട്ടിയുടെ അമ്മയുമായുള്ള സൗഹൃദം മുതലെടുത്ത് സ്ഥിരമായി വീട്ടിലെത്താറുണ്ടായിരുന്ന ഷാൻ 3 വർഷം മുമ്പ് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. സ്കൂളിലെ കൗൺസിലിംഗിൽ പെൺകുട്ടി ഇക്കാര്യം വെളിപ്പെടുത്തി. പിന്നാലെ ചൈൽഡ് ലൈനിൽ വിവരമറിയിക്കുകയും തുടർന്ന് പോലീസ് കേസെടുക്കുകയുമായിരുന്നു. കളഞ്ഞുകിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് പണം തട്ടി. ചെങ്ങന്നൂരിൽ BJP നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കളഞ്ഞുകിട്ടിയ ATM കാർഡ് ഉപയോഗിച്ച് പണം തട്ടിയ സംഭവത്തിൽ BJP നേതാവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു.
ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവൻവണ്ടൂർ ഡിവിഷൻ അംഗമായിരുന്ന സുജന്യ ഗോപിയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവം വിവാദമായതിനു പിന്നാലെ സുജന്യയെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനത്തു നിന്നും രാജിവെപ്പിച്ചിരുന്നു. ചെങ്ങന്നൂർ വാഴാമംഗലം കണ്ടത്തിൽ കുഴിയിൽ വീട്ടിൽ വിനോദ് എബ്രഹാമിന്റെ ATM കാർഡായിരുന്നു നഷ്ടപ്പെട്ടത്.